റൂഫി ഇവിടെ നോക്ക്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തൈരൊക്കെ കഴിച്ച് മുഖത്തൊക്കെ തൈരാക്കി എന്താ സോറോ തൈര് കഴിച്ചിട്ടിരിക്കുന്നു. കഴിച്ചു. ഗുഡ് ബൈ അമ്മിൻ്റെ ഗുഡ് ബൈ. എവിടെ ഡാഡി? എവിടെ സുഖി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജിമ്മിൽ പോവാ? ജിം ഇന്ന് മുതൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? തുണി എടുത്ത് വെക്കണം മടക്കിയത്. എൻ്റെ കൊറിയാണ്ടർ ലീഫൊക്കെ വലുതായി. ഗുഡ്. ഈ ചട്ടിയിലത്തത് അങ്ങനെ വന്നില്ല കേട്ടോ. കുറച്ചുണ്ട്, 1-2 ഉണ്ട്, അത്ര. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് ഹലീം സീഡ് വാട്ടർ. അപ്പം ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചതാണ്, ഈ ഹലീം സീഡ് വാട്ടർ വെറുതെ കുടിച്ചാൽ ബോഡിയിൽ അബ്സോർപ്ഷൻ കുറയും. അതിൻ്റെ കൂടെ ഒരു ഗുഡ് ഫാറ്റ്, ഇപ്പോൾ കോക്കനട്ട് അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം കറക്റ്റായിട്ട് നമുക്ക് ബോഡിക്ക് കിട്ടും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്ന് മുതൽ ഇതാ ഒരു 2-3 പീസ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചാൽ അബ്സോർപ്ഷൻ ഉണ്ടാവും. ഇവിടെ രാവിലത്തെ കളിയാണിത്. രാവിലത്തെ കളി. മോർണിംഗ് പ്ലേ ടൈം. താഴെ ഇറങ്ങിയിട്ട് കളിക്ക്. താഴെ ഇറങ്ങ്. ഇതെന്തോ ഒരാൾ മേലെ ഒരാൾ താഴെ. താഴെ ഇറങ്ങി. ഇവന്റെ സൂത്രാണ് ഇത് കേട്ടാ. കുറച്ച് കളിച്ചിട്ട് മേലെ കയറിയിരിക്കും, എസ്കേപ്പ് ആവും. താഴെ ഇറങ്ങടാ. ശരി, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ റെഡി ആയിട്ട് ജിമ്മിൽ പോട്ടെ. Today Nan is in the kitchen. Yummy fluffy omelette ഉണ്ടാക്കി തരൂട്ടെ സുഖി. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഓംലെറ്റ് റെഡി ആവുന്നുണ്ട്. ഞാനൊരു അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട്. റെഡി ആയിട്ട് കാണിക്കാവേ. സോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി. ഈ ഉരുട്ടി വെച്ചേക്കണത് സുഖിൻ്റെ ആണ് കേട്ടോ. അത് കുറച്ച് ഉള്ളിൽ കലക്കി പോലെ ലിക്വിഡി, അതെനിക്കിഷ്ടമില്ല. കലക്കി ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം വേണ്ട. ചോറിൻ്റെ ബിരിയാണീൻ്റെ കൂടെ ഒക്കെ രസം. ഇത് നോർമൽ എൻ്റെ ഓംലെറ്റ്. പിന്നെ അതാ ഞങ്ങളുടെ 2ആളുടെയും അവക്കാഡോ ബനാന സ്മൂത്തി. ഓക്കെ, ഈ മോങ്കിൻ്റെ സ്കള് സുഖിൻ്റെ ഇതുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പൊന്നു കുറച്ച് സ്വീറ്റ് പൊട്ടേറ്റോ ഉണ്ട്. അല്ല, ഒന്ന് ഫുഡ് കൊടുത്തല്ലോ രാവിലെ അല്ലേ? സ്വീറ്റ് പൊട്ടേറ്റോ വേണോ? സ്വീറ്റ് പൊട്ടേറ്റോ ഇനി സ്വീറ്റ് പൊട്ടേറ്റോ. കുശുംബൻ ചെക്കനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ നമ്മുടെ റൂഫിന് മടി വെച്ചിരിക്കണേന് അവന് കുശുംബായിട്ട് കൊറേ നേരമായി ഇവിടെ ബോ പറഞ്ഞിട്ടിരിക്കുന്നു. എന്താണ്? ഡാഡി വിളിച്ചല്ലോ, നിനക്ക് പോയിക്കൂടെ ഡാഡിന്റെ അടുത്ത്? ഡാഡി അതവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്ത്? കുറച്ചു നേരം മമ്മി അവളിനേറ്റ് ഇരിക്കട്ടെ, നിനക്ക് എന്താ പ്രശ്നം? എന്താ? ഇരിക്കുക അവിടെ കുറച്ചു നേരം. മമ്മി കുറച്ചു നേരം റൂഫി പോയിന്ന് കൊഞ്ചട്ടെ. റോസോറോ, ബിഹേവ് യുവർസെൽഫ്. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, ചോറ് വെക്കണം, കുറച്ച് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പൊ അതിന് വേണ്ടിയിട്ട്
കുറച്ച് തേങ്ങ തന്നെ എടുത്തിട്ടുള്ളൂ, കാരണം ആ ഇല ഭയങ്കര കുറച്ച് തന്നെ ഉള്ളൂ, അത് വേഗം ചുരുങ്ങിപ്പോകും. അപ്പോൾ ഒരു ഇച്ചിരി തേങ്ങ ചിരവിയതിൽ മഞ്ഞൾപ്പൊടി, എരിയുള്ള മുളക് പൊടി, ജീരകപ്പൊടി, ഒരു 5 ഇല്ലി വെളുത്തുള്ളി ചതച്ചത്. എന്നിട്ട് ഇതില്ലേ നല്ല കൈ വെച്ച് തിരുമ്മി കൊടുക്കണം. ഇത് മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ചിരവി എടുത്തതാണ് ചിരവയിൽ നിന്ന്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് തിരുമ്മിയിട്ട് ഇത് വേണം നമുക്ക് തോരനിലിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ പച്ചമുളകും സവാളയും ഉള്ളി ഒന്നും ഇടൂല. ഈ ഒരു തന്നെ ഞാൻ കാണിക്കാം, എങ്ങനെയാ ആക്കണമെന്ന് കാണിക്കാം. കടുക് വറുത്തിട്ട് വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കണേ. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് വറുത്തു, ഒരു ഡ്രൈ ചില്ലി കട്ട് ചെയ്തിട്ടു, കറിവേപ്പില, എന്നിട്ട് ആ തേങ്ങ അങ്ങനെ ഇട്ടു. ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. എന്നിട്ട് വേഗം മുരിങ്ങയില ഇടട്ടെ. മുരിങ്ങയില ഇട്ടിട്ട് ഇളക്കി വിടാം. നമ്മൾ ഇപ്പോഴേ ഉപ്പ് ഇടണ്ട കേട്ടോ. മുരിങ്ങയില ഒന്ന് വാടട്ടെ, ഒന്ന് ചുരുങ്ങും, ഷ്രിങ്ക് ആകും. അപ്പം നമുക്ക് തേങ്ങ കുറവുള്ള പോലെ തോന്നും, പക്ഷെ ഇത് കുറവല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇതുവേ കൂടുതലാണ്. കാരണം ഈ ഇലൊക്കെ ഇനിയിപ്പോൾ ചുരുങ്ങി വരും. അപ്പം തേങ്ങ കൂടുതലും. എനിക്ക് തേങ്ങ ഭയങ്കര കുത്തണ പോലെ ആയാൽ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ തന്നെ ഇട്ടിട്ടുള്ളൂ. ഒന്ന് ചുരുങ്ങി വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത്ര തന്നെ ഉള്ളു പരിപാടി. സിമ്പിൾ സാധനമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കണേ. 2:30 കഴിക്കണം എന്ന് വിചാരിച്ച്, പക്ഷേ കഴിച്ചു വരുമ്പോഴത്തേന് 3:05. ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. കുറച്ച് ചോറിനേക്കാളും കൂടുതൽ മുരിങ്ങയില ഉപ്പേരി, തോരൻ, മുരിങ്ങയില തോരൻ, പിന്നെ ചിക്കൻ കറി ഇന്നലത്തത് ലൈറ്റില്ലേ, ചിക്കൻ കറി, പിന്നെ ഗ്രീക്ക് യോഗേർട്ട് വിത്ത് കുക്കുംബർ, പപ്പടം ഉണ്ട്. ഇതൊന്നും എന്താണെന്നറിയോ ഡെസേർട്ട് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ചക്കര പൊങ്കല അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ അവൾ സ്നേഹത്തോടെ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഇച്ചിരിയെങ്കിലും ഞാൻ കഴിക്കണ്ടേ. സുഖിൻ്റെ ഫേവറേറ്റ് ആണ്, അപ്പോൾ സുഖി ബാക്കി കഴിച്ചോളും. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡെസേർട്ട് പോലെ കുറച്ചെടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ലഞ്ച് പ്ലേറ്റ്. ഇതിന്ന് ഒരു പപ്പടം നമുക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ വെക്കാം. സോ ഇതാണ് ലഞ്ച് പ്ലേറ്റ്. ഇന്ന് മൊമോ ഉണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് മൊമോ വന്നിട്ടുണ്ട്. വാക്കിങ്ങിന് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ മൊമോ, റൂഫി അവിടെ ഉണ്ട്, സോറോ ഇതാ പോണ്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. പ്രശാന്ത്, ചാബി. ഞാൻ ഇന്ന് അവരുടെ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പഴം കുറച്ച് പഴുത്തുണ്ട്, അപ്പോൾ എന്തായാലും പഴംപൊരി ഉണ്ടാക്കണം. ഞാനും സുഖിയും മാത്രം കഴിക്കണ്ടല്ലോ. പിന്നെ ഇവർക്ക് ഈ നമ്മളുടെ കേരള ഫുഡൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ വിചാരിച്ചു ശരി നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാം. സോ ഇന്ന് ചായ് പാർട്ടി ആഫ്റ്റർ ദിസ്. സൺസെറ്റ് ആവാറായി. ഈ സൈഡിലായതുകൊണ്ട് നമുക്ക് സണ്ണ് ശരിക്കും കാണാം, ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും സൺസെറ്റ്. അപ്പൊ ഇന്ന് ചായ പാർട്ടിക്കുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സുഗി സ്പെഷ്യൽ ജിഞ്ചർ ടീ, സുഗിന്റെ സ്പെഷ്യൽ ജിഞ്ചർ ടീ അവിടെ റെഡി ആവുന്നുണ്ട്. ഞാനിവിടെ ഇതാ പഴംപൊരി ആക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു, ഇനി ഇതെടുക്കാം. മൊമ്മോനെ ഞങ്ങളെ ഇവിടെ കൂട്ടിയിട്ട് വന്നു. അവർ രണ്ടാളും വീട്ടിൽ പോയിട്ട് വരാം. ഹായ് മൊമ്മോ, വെൽക്കം ബാക്ക് ഹോം. മൊമ്മോ വെൽക്കം ബാക്ക് മൊമ്മോ. അവൾക്ക് സോറോന്റെ അടുത്തേക്ക് പോകണം, പക്ഷെ സോറോ ബിസ്ക്കറ്റ് വെച്ചിരിക്കണ കാരണം അവൾക്ക് പേടിയാ. ഇവള് പിന്നെ ആദ്യമേ കിച്ചണിൽ വന്ന് സെറ്റിൽ ആയിണ്ട്. എന്തേലും കിട്ടിയാലോ. കളിക്കുന്നത് കാണിക്കാനുള്ള അടുത്തത് അമ്മയും മോളിന് സ്നേഹ. കുറച്ച് നീളത്തിൽ നോർമൽ പഴംപൊരി പോലെയും കുറച്ച് സുഗിന്റെ ഫേവറേറ്റ്. സുഗിക്ക് ഇങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കണത് ഇഷ്ടം. രണ്ടും കൂടെ മിക്സ് ആക്കി, കാരണം നല്ല പഴുത്തുണ്ടായിരുന്നു ഒരു പഴം. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയുള്ളത്.
എന്തായാലും ഡിമാൻഡ് ഈ ചെറിയ സാധനത്തിനായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ, ഞാനൊന്ന് സോഫയിൽ വന്നതാ, അപ്പൊ സോറോ വരണം, റൂഫി വരണം, ഇതപ്പം മോന് വരണം. ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. സൈലൻസ്, ക്വയറ്റ്, സൈലൻസ്. ഇതെന്താ എല്ലാരും കൂടെ സൗണ്ട് ഇട്ടിട്ടിരിക്കണേ? മമ്മിന്റെ ചെരുപ്പ്. അയ്യോ, മൂന്നാൾക്കും ഫുഡ് കൊടുത്തു. ചായ കുടിക്കാൻ 6:30 വരാൻ പറഞ്ഞ ആൾക്കാര് 7:10 എത്തിയിട്ടില്ല. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവള് ആ സമയം കൊണ്ട് എന്തെങ്കിലും അവിടെ പോയി ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടാവും, വെറും കയ്യിൽ വരണ്ട വിചാരിച്ചിട്ട്. നോക്കാം, ഇവിടെ പഴംപൊരി ഇരുന്ന് തണുക്കുന്നുണ്ട്, ചായ ഇരുന്ന് തണുക്കുന്നുണ്ട്, എല്ലാം. പഴംപൊരി ചൂടാക്കൂല, ചായ തിരിച്ചും ചൂടാക്കിയിട്ട് കുടിക്കേണ്ടി വരും. അവർ കമ്മിങ് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാം, വരുമ്പോൾ കുടിക്കാം. ഡിന്നറിൻ്റെ ടൈമായി. ഇന്നത്തെ ഡിന്നർ പഴംപൊരിയാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കാം. ചിരിക്കണ്ട, ഇത് ചാബി ഉണ്ടാക്കിയ ഉഴുന്നവടയാണ്. ഈ പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നു, തിന്ന് തീർത്തു. തിന്നണേന്റെ മുന്നേ വീഡിയോ എടുക്കാൻ മറന്നുപോയി, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു. അതെ, ചായ ഉണ്ട്, ഇതാ 2 കപ്പ് ചായ ഉണ്ട്, ബാക്കി കപ്പൊക്കെ തീർന്നു. പഴംപൊരി ഉണ്ട്, ഇനി ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇത് പ്ലേറ്റ് നിറയെ ഉള്ളത് എടുക്കണമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. 10:30 ആയി, ലോഗ് ഔട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഡിന്നർ എന്തായാലും കഴിക്കാൻ വയ്യ. ഒന്നും മുട്ട കഴിക്കണം വിചാരിച്ചു, പക്ഷെ വയ്യ, വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈബിസ്കസ് ടീ അത് കുടിച്ച് കഴിഞ്ഞ വരെ TV നോക്കിയിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ എന്താ നടക്കണത് പറഞ്ഞ് നോക്കിയിട്ടിരിക്കുക. സുഗി പുറത്തു പോയി, ചുമ്മാ ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. ഹായ്, സമയം ഓൾമോസ്റ്റ് 11 മണിയായിട്ടാ. നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്, നല്ല ടയേർഡായിട്ടുണ്ട്. സോ വേഗം നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് കിടക്കാം. സുഖി എത്തിയിട്ടില്ല, വരും. വർക്ക് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ലാപ്ടോപ്പൊക്കെ ഇട്ടാ പോയുള്ളത്. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ക്വാർട്ടർ എടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇന്ന് വലുതാണല്ലോ. ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഡ്രമാറ്റിക് ഡസൻറ്റ് മീൻ യു ഹാവ് ടു അറ്റൻഡ് ദെയർ പെർഫോമൻസ്. ഇറ്റ്സ് റിയലി ട്രൂ ആക്ച്വലി. എന്താന്ന് വെച്ചാൽ അവർ ഇപ്പം ഏതെങ്കിലും ഒരാൾക്കാർ അവർ ഡ്രമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ ആ പെർഫോമൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അത് എനിക്കും അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും കുറച്ച് ഡ്രമാറ്റിക് ആണ്, അല്ല എന്നൊന്നല്ല. ബട്ട് ഞാനിപ്പോൾ എന്നെ പറ്റി മോശം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ചില ആൾക്കാർ നമ്മൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കുറേ ആൾ കൂട്ടത്തിലുണ്ടോ അതൊന്നും നോക്കാണ്ട് ഭയങ്കര ഡ്രമാറ്റിക് ആകും, എന്നിട്ട് ഓരോന്നൊക്കെ പറയും. അത് ചിലത് നമ്മളെ ഹേർട്ട് ചെയ്യണതായിരിക്കാം, ചിലതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. ബിക്കോസ് ദേ ഡോണ്ട് മാറ്റർ ഇൻ അവർ ലൈഫ്, അങ്ങനെ കരുതിയിട്ട് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ അവർ ഡ്രമാറ്റിക് ആയിട്ട് എന്തോ ചെയ്തിട്ട് പോകട്ടെ, വി ഡോണ്ട് ഹാവ് ടു വാച്ച് ദെയർ പെർഫോമൻസ്. അതാണ് ഈ കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത് അവിടെ ഇരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് നമ്മൾ കേൾക്കണോ, കേട്ട പോലെ ഭാവിക്കണോ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു കേട്ടോ, സൗണ്ടൊക്കെ പോയി. കിടന്ന് TV നോക്കുമായിരുന്നു, കുറേ സോങ്ങും സൂര്യൻ്റെ പുതിയ മൂവി വരുന്നുണ്ടല്ലോ, ആദ്യത്തെ സോങ്ങൊക്കെ നോക്കുമായിരുന്നു. പിള്ളേർ 2 പേരും ഇവിടെ സൈഡാണ്, സോറപ്പുറത്ത്, റൂഫി ഇപ്പുറത്ത്. ഇന്ന് ഇവിടെ മൊമ്മ ഉണ്ടായിരുന്നു കുറേ നേരം വീട്ടിൽ, അപ്പോൾ ഫുൾ കളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ടയേർഡായിട്ട് കിടക്കുക. ഇന്ന് നമ്മളൊരു കൊച്ചു ടീ പാർട്ടിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, ടീ പാർട്ടി ഒന്നൊന്നുമില്ല, ചുമ്മാ അവർക്ക് പഴംപൊരി ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കുമ്പോൾ അവരെ വിളിച്ചതാണ്, പ്രശാന്ത് ചാബീനെ. ചാബി ആണെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് 1 hour, ആ 1 hourൽ ഹാഫ് ആൻ അവർ ഞങ്ങൾ വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഹാഫ് ആൻ അവറിൽ, അപ്പോൾ ആ 1 hourന് മുന്നേ അവൾ കുതിർത്താനിട്ട് ഉഴുന്നൊക്കെ, എന്നിട്ട് വാക്കിങ് കഴിഞ്ഞ് വന്നിട്ട് അവൾ അത് അരച്ചിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇറ്റ് വാസ് സർപ്രൈസിങ്. ഇത്ര കുറഞ്ഞ സമയത്തിൽ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫെർമെൻറ്റഡ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ യമ്മി.
പീനട്ട് ചട്നി അത് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇവരെല്ലാവരും എൻജോയ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ ജയ് വന്നു, അമ്മ വന്നു, ജയിൻ്റെ ചേച്ചിൻ്റെ മോള് വന്നു. നമ്മളെല്ലാവരും കൂടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു. ഞാൻ പഴംപൊരി തന്നെ ഐ തിങ്ക് 3 നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനഫ് ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാവരും വയറു നിറയെ പഴംപൊരി, ഉഴുന്നുവട, ചായ ഒക്കെ കുടിച്ച് ഇറ്റ് വാസ് എ ഗുഡ് ഈവനിങ് ആക്ച്വലി. അങ്ങനെ ഇനി നാളെ രാവിലെ എണീറ്റിട്ട് വീണ്ടും ജിമ്മിൽ പോകണം, റൂട്ടീൻ. പിന്നെ ഒരു ദിവസത്തിന്റെ റിവ്യൂ ആണ്, പക്ഷെ റിവ്യൂ ആയിട്ട് കൂട്ടാവോ എന്നറിയില്ല. എയർ പ്യൂരിഫയർ വാസ് ഗുഡ്, പക്ഷെ ഞാൻ ഫുൾ സ്പീഡിലന്നല്ല വെച്ചത്. ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം ഫുൾ സ്പീഡ് വെച്ചിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ സ്പീഡ് കുറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, തുമ്മലൊന്നും വന്നില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഒരു മിനിമം ഒരു 3-4 പ്രാവശ്യം തുമ്മാറുണ്ട്, തുമ്മലൊന്നും വന്നില്ല. മെഡിസിൻ എടുക്കുന്നുണ്ട്, എയർ പ്യൂരിഫയർ വെച്ചു. സോ ഐ ആം ട്രൈങ് ടു ടേക്ക് ആക്ഷൻസ് ഫോർ മൈ അലർജി. അലർജിയായിട്ട് ജീവിക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പം അത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. Love you all. Good night. Bye bye.